ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ്. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ഈ ഗോതമ്പ് ദോശ തയ്യാറാക്കുന്നത്. നമ്മൾ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഗോതമ്പ് ദോശ. ഇതുപോലെ ദോശ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദോശയ്ക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഒരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അതേ മാവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാദാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പും കൂടി ഇതിൽ വേണ്ടി വരും. ഞാനൊരു വിസ്ക് ഉപയോഗിച്ച് ഇത് കട്ടയില്ലാതെ കലക്കിയെടുക്കുന്നുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇതേ മിക്സ് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇത്ര കട്ടിയിലാണ് കലക്കിയെടുത്തിരിക്കുന്നത്. ഇനി മാവിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാബേജ് കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു ചെറിയ സവാളയുടെ പകുതി കുറച്ച് എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ പുളിപ്പില്ലാത്ത ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് ചെറിയ ഒരു കളറിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എരിവിന് വേണ്ടി ഇതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ദോശയ്ക്ക് ചെറിയ എരിവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എരിവ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. ഞാനിവിടെ എരിവിന് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചതച്ച മുളക്. അതൊരു 1/4 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് ഉപ്പുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് നല്ലതുപോലെ ചൂടാവട്ടെ. ചെറിയ രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെയ്യോ എണ്ണയോ നെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാൻ നെയ്യാണ് ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ച് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ വെജിറ്റബിൾസൊക്കെ കിടക്കുന്നതുകൊണ്ട് നല്ല വലുതായിട്ട് പരത്താതെ ഒരു ചെറിയ അളവിൽ ഇത് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് നെയ്യൊന്ന് ഞാൻ ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാകും. ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് ചെറിയ രീതിയിൽ മുരിച്ചെടുക്കുക. നെയ്യ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചൊന്ന് ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട. ഗോതമ്പ് ദോശ മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 സൈഡും മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി മാറ്റിയിട്ട് നമുക്കെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇന്ന് ഈ ഗോതമ്പ് ദോശ തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ഓണാക്കുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ വേണം ഓണാക്കാൻ. അപ്പോഴത്തേക്കും പുതുതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.